നിയമപരമായിട്ടാണ് വീണയുടെ എല്ലാ ഇടപാടുകളും നടന്നതെന്നുള്ളതായിരുന്നു അന്ന് വ്യവസായ വകുപ്പിന് ഉൾപ്പെടെയുള്ളവരുടെ മറുപടി. പക്ഷേ ഇവിടെ കേന്ദ്രം നേരിട്ട് അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ സാധാരണ കേന്ദ്ര അന്വേഷണം വരുമ്പോഴൊക്കെ കേന്ദ്രം സർക്കാരിനെ വേട്ടയാടുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളാണല്ലോ ഉന്നയിക്കാറ്. ഇതും ഇപ്പോൾ അങ്ങനെ പറഞ്ഞു നിൽക്കാനാകുമോ CPM-ന്? അതോ എത്രത്തോളം പ്രതിരോധത്തിലേക്ക് ആകും CPM? പക്ഷേ ഏതായാലും ഈ കാര്യത്തിൽ CPM-ന്റെ പ്രതിരോധം എന്ത് എന്നത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കാരണം ഈ വിവാദം വളരെ മാസങ്ങൾക്ക് മുൻപ് ഉയർന്നു വന്ന ആ ഒരു പശ്ചാത്തലത്തിൽ CPM-ന്റെ ഒരു പൊതു നിലപാട് അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത് ഇപ്രകാരമായിരുന്നു. അതായത് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു സാമ്പത്തിക ഇടപാടാണ്. ഇതിൽ പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ബന്ധപ്പെടേണ്ട അല്ലെങ്കിൽ ഇതുമായി അഭിപ്രായം പറയേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ള ഒരു നിലയിലായിരുന്നു CPM-ന്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണം വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വന്നത്. പക്ഷേ ഇപ്പോൾ വ്യവസായ വകുപ്പിന്റെ സർക്കാരിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമ്പോൾ അതിന് കൃത്യമായ മറുപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. KSADC അടക്കമുള്ള അതോടൊപ്പം തന്നെ CMRലും KCDCയും എക്സാലോജിക്കും ഒക്കെ ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമ്പോൾ അതിനൊക്കെ കൃത്യമായി സർക്കാർ ഏത് രീതിയിൽ അതിനെ പ്രതിരോധിക്കും, CPM ഏത് രീതിയിൽ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. വരും മണിക്കൂറിൽ ഒരു പക്ഷേ സംസ്ഥാന കമ്മിറ്റിയൊക്കെ കഴിഞ്ഞ് ഒരു പക്ഷേ നേതാക്കൾ തിരിച്ചിറങ്ങുമ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു ധാരണ ഈ നേതാക്കൾക്കിടയിൽ ഉണ്ടാകും. അപ്പോൾ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത് ഇപ്പോൾ നിലവിൽ ഔദ്യോഗികമായി ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനൊന്നും തന്നെ നേതാക്കൾ തയ്യാറായിട്ടില്ല. ഏതായാലും ഈ വാർത്തയെപ്പറ്റി അറിയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത്. സാധാരണഗതിയിൽ ഈ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്തകളൊക്കെ തന്നെ ചോദിക്കുമ്പോൾ AK ബാലൻ അടക്കമുള്ള നേതാക്കൾ CPM-ന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധി എന്ന രീതിയിൽ പ്രതികരണങ്ങൾ തരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായാലും നേതാക്കൾ ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഏറെ ഗൗരവകരമായ കാര്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു സ്ഥാപനം KSIDC ഉൾപ്പെടെ ഉള്ള സ്ഥാപനമാണ് ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്. അത് ഏറെ ഗൗരവമായി തന്നെയാണ് സർക്കാരും കാണുന്നത്.